ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പ്രസവ ശേഷമൊക്കെ ചാടിയ വയറിൻ്റെ നമുക്ക് കുറയാനും നല്ല ഷേപ്പ് കിട്ടാനൊക്കെ ആയിട്ടുള്ള ഒരു ഇതാണ്. നമ്മൾ മീഷോയിലൊക്കെ നമുക്ക് വാങ്ങിക്കുമ്പോൾ 250 രൂപയൊക്കെ കൊടുക്കണം കേട്ടോ. എന്നാൽ നമുക്കത് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഒരു ടീഷർട്ട്, പക്ഷേ ചെറിയ ടീഷർട്ട് ആയിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഇത് കിട്ടുള്ളൂ. കുട്ടികളുടെയൊക്കെ, അതായത് ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ ആകുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഓൾട്ടർ ചെയ്യേണ്ടി വരും. നമ്മുടെ ടീഷർട്ടിന് എടുക്കുമ്പോൾ ഒന്ന് ഓൾട്ടർ ചെയ്യേണ്ടി വരും. ഓക്കെ, പ്രായത്തിരി കൂടി ചെറുതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ സ്ലീവിൻ്റെ ആ ഭാഗമില്ല, ഞാൻ ഈ സ്കെയിൽ വെച്ച പോലെ വെച്ച ശേഷം നമുക്ക് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഫുൾ സ്ലീവൊന്നും വേണ്ട കേട്ടോ, ഷോർട്ട് സ്ലീവായിട്ടുള്ളത് മതി. ഓക്കെ, നമുക്കിത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. വരച്ചിട്ടുണ്ട്, എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എളുപ്പമാണ്. ജസ്റ്റ് അവിടെ ഒരു കോണ് പോലെ നിൽക്കണം, അത്രയേ ഉള്ളൂ. രണ്ട് സൈഡും നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചില സമയം നമുക്ക് സാരി കൊടുക്കുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഒക്കെ വയറ് ചാടിയിട്ടുണ്ടെങ്കിൽ ഇതിടുമ്പോൾ നമുക്ക് അറിയില്ല. ചുരിദാർ ഇടുമ്പോഴാണെങ്കിൽ പ്രത്യേകിച്ച് നല്ലൊരു ഷേപ്പ് കിട്ടും ഈ ഒരു ഇത് ഇടുകയാണെങ്കിൽ കേട്ടോ. ഇപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു വാല് പോലെ നിൽക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, എക്സാക്ട്ലി ഇതിൻ്റെ സെൻറ്റർ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ നോക്കിക്കോളൂ. ഇതേ കണ്ട, സെൻറ്ററിൽ ഇങ്ങനെ നിവർത്തുമ്പോൾ ഇങ്ങനെ കിട്ടുമല്ലോ. അത് നമുക്കിത് ഇങ്ങനെ അങ്ങ് ആക്കാം. ഇങ്ങനെ ആക്കുമ്പോൾ നമുക്കൊരു ശരിക്കൊരു ഷോർട്ട്സ് പോലെ നമുക്ക് കിട്ടും. കറക്റ്റ് സെൻറ്റർ കറക്റ്റാക്കി നമ്മൾ വെച്ച് കൊടുക്കുക. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ബനിയൻ ടൈപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഞാനും ടീഷർട്ട് എന്ന് പറഞ്ഞാൽ വലിയാത്ത ടൈപ്പല്ല, വലിയുന്ന ടൈപ്പുള്ള ടീഷർട്ടാണ് കേട്ടോ. അങ്ങനെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള എടുക്കണം കേട്ടോ, എന്നാലേ ടൈറ്റായിട്ട് നമുക്ക് നിൽക്കുള്ളൂ. അപ്പം ഞാനിങ്ങനെ കറക്റ്റാക്കി വെച്ച ശേഷം ആ ഒരു താഴ്ഭാഗം ഇങ്ങനെ അടിയിൽ വരത്തക്ക രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു എ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ആദ്യം ഞാൻ ചെറുതായിട്ടൊന്ന് നമുക്ക് ഏത് രീതിയിൽ വേണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഒന്നില്ലെങ്കിൽ ഈ രീതിയിലാണ് നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ ആ രീതി കുറച്ചുകൂടി മേലിക്കായിട്ട് കയറ്റി നമുക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ നോക്കിയിട്ട് അതിങ്ങനെ ഒരു ഇഞ്ച് കൂടി ഞാൻ മേലേക്കാക്കിയിട്ട് വെട്ടിയെടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു എ ഷേപ്പിൽ അത് ആദ്യം നമുക്ക് തയ്ച്ചെടുക്കാം. ഓക്കെ, ഈ ഒരു എ ഷേപ്പ് നമുക്ക് ആദ്യം സാധാരണ പാൻറ്റിൻ്റെ ആ ഷേപ്പില്ലേ, നമുക്ക് ആ ഭാഗത്ത് തന്നെ അത് നമുക്ക് തയ്ച്ചെടുക്കാം. എന്നിട്ട് കാലും ഒന്ന് മടക്കി അടിക്കുക. ആദ്യം അവിടെ അടിക്കുക, അതിനുശേഷം രണ്ട് കാലും മടക്കി അടിക്കരുത്. ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് 2 തവണ മടക്കണം കേട്ടോ. എന്നിട്ടൊന്ന് അടിച്ചെടുക്കാം. പിന്നെ വേറൊരു കാര്യം, നമുക്കിതിൽ ഹിപ്പിൻ്റെ അവിടെ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ടീഷർട്ട് ചെറുതാണ്, അതായത് നല്ല സ്ട്രെച്ചിയാണ് എന്നാൽ ചെറുതാണ്. അതുകൊണ്ട് എനിക്കിതിൽ എലാസ്റ്റിക് വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ തന്നെ സൈസ് എടുക്കുമ്പോൾ അതിൽ എലാസ്റ്റിക് വെക്കേണ്ടി വരും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഹിപ്പിൻ്റെ അവിടെ നിൽക്കില്ല. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു കാലിൻ്റെ എ ഷേപ്പ് ഒന്ന് തയ്ച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം ബനിയൻ മെറ്റീരിയലാണ് ഞാനിതിൽ വെച്ച് തയ്ക്കുന്നത്. അതെങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്രഷർ ഫൂട്ടിൻ്റെ അടിയിൽ ഒരു സെല്ലോ ടേപ്പ് അല്ലെങ്കിൽ പ്ലാസ്റ്ററില്ലേ, സെല്ലോ ടേപ്പ് അതൊന്നും എടുത്തിട്ട് ഒട്ടിക്കുക. ആ ഒരു പ്രഷർ ഫൂട്ടറിൻ്റെ കറക്റ്റ് അടിയിൽ കറക്റ്റായിട്ട് അതിൻ്റെ രീതിയിൽ അതേ രീതിയിൽ വെട്ടിയെടുത്തിട്ട് ഒട്ടിച്ച് വയ്ക്കാം ആ ഒരു പ്രഷർ ഫൂട്ടിൻ്റെ അടിയിൽ. എന്നിട്ട് നീഡിൽ അങ്ങനെ ആക്കുമ്പോൾ നീഡിൽ ഉള്ളിലേക്ക് കയറിക്കോളും. എന്നിട്ട് നമ്മൾ തയ്ക്കുമ്പോൾ ബനിയൻ മെറ്റീരിയൽ നമുക്ക് സുഖമായിട്ട് തയ്ക്കാൻ പറ്റും കേട്ടോ. ഇപ്പം ഞാൻ ആ എ ഷേപ്പ് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാല് 2 തവണ ഒന്ന് മടക്കി അടിക്കാം കേട്ടോ. 2-3 മാർഗ്ഗങ്ങളുണ്ട്. ഒന്നില്ലെങ്കിൽ അടിയിൽ ന്യൂസ് പേപ്പർ വയ്ക്കാം. പിന്നെ എനിക്കിതിൻ്റെ ഫൂട്ട് വേറെ ഉണ്ട്. അപ്പോൾ ഞാൻ എടുത്തില്ല, എനിക്ക് മടിയായതുകൊണ്ട് എടുത്തില്ല. ഫൂട്ട് വേറെ ഉണ്ട് ഇതിന്. എന്തായാലും ഞാനിപ്പോൾ നിങ്ങൾ ആരെയും കാണണമെങ്കിൽ നിങ്ങൾക്ക് കൂടി മനസ്സിലായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഫൂട്ട് എടുക്കാതിരുന്നത്. സാധാരണ നമ്മുടെ ഒരു സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ പ്ലാസ്റ്റർ അതുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ പ്രഷർ ഫൂട്ടറിൻ്റെ അടിയിൽ ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ കുർത്തി ഇടുകയാണെങ്കിൽ നമുക്ക് നമ്മൾ പാൻറ്റ് ഇടുന്നതിൻ്റെ ഉള്ളിലാക്കി ഇടുക. സാരി ആണെങ്കിൽ മടിപ്പാവാടി ഇടുന്നതിൻ്റെ ഉള്ളിലാക്കിയിട്ട് വേണം നമ്മൾ ഇടാനായിട്ട്. മനസ്സിലായല്ലോ? എന്നാലേ നമുക്ക് ഷേപ്പ് കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പാൻറ്റ് ഷർട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലാക്കി നമ്മൾ പാൻറ്റീസ് ഇടുന്ന പോലെ തന്നെ ഇടുന്ന കുറച്ച് മേലേക്ക് വയറ് കയറുന്ന ഇത് ഇങ്ങോട്ട് മേലേക്ക് നിൽക്കും, വയറിൻ്റെ മേപ്പ് ഇടുന്നത്. അപ്പോഴാണ് നല്ല ഷേപ്പ് കിട്ടുക കേട്ടോ. അപ്പോൾ അതേ കാലൊക്കെ മടക്കി 2 അടിച്ചിട്ടുണ്ട്, 2 കാലും മടക്കി അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അവിടെ ലൂസ് ഉണ്ടെങ്കിൽ അവിടെ ഭാഗത്തൊരു എലാസ്റ്റിക് വെച്ച് കൊടുക്കുക. പിന്നെ നടുക്കുണ്ട് ഒരു ജോയിൻറ്റ്, ആ ജോയിൻറ്റിൻ്റെ അവിടെ നിങ്ങൾക്ക് ഒന്ന് തയ്ച്ച് കഴിഞ്ഞാൽ 2 സൈഡ് തയ്ച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈറ്റായിട്ട് വരും. ഓക്കെ, നമ്മൾ ആ എ ഷേപ്പിൻ്റെ ആ ജോയിൻറ്റില്ല അവിടെയാണെങ്കിൽ നിങ്ങളൊന്ന് തയ്ച്ചു കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടൈറ്റായിട്ട് വരും. അപ്പോൾ നല്ല ഷേപ്പ് കിട്ടും. എന്തൊന്നും ഇട്ട് കഴിഞ്ഞാൽ ചെയ്ത് നോക്കൂ കേട്ടോ.